അളവ് ചെസ്റ്റ് റൗണ്ട് 31 ഇഞ്ച്, ആം റൗണ്ട് 7.25, സ്ലീവ് ലെങ്ത് 12 ഇഞ്ച്, സ്ലീവ് റൗണ്ട് 9 ഇഞ്ച്, മസിൽ ലെങ്ത് 6 ഇഞ്ച്, മസിൽ റൗണ്ട് 10.5 ഇഞ്ച്. അപ്പൊ നമുക്ക് ആം റൗണ്ട് നമ്മൾ എടുക്കുന്നത് എങ്ങനെയാന്ന് വെച്ചാൽ നമ്മൾ കട്ട് ചെയ്ത് വെച്ചേക്കുന്ന ആ ഒരു ചുരിദാറിന്റെ ടോപ്പിൽ നിന്ന് വേണം നമുക്ക് ആം റൗണ്ട് എടുക്കാനായിട്ട്. ആം റൗണ്ട് 7.25 അതിൽ നിന്ന് 1 ഇഞ്ച് കുറച്ച് 6.25 അടയാളപ്പെടുത്താം. ആ 6.25 ഇവിടെ ഇങ്ങനെ നമ്മൾ അടയാളപ്പെടുത്തുന്നത്. അടുത്തത് സ്ലീവിന്റെ ലെങ്ത് നമുക്ക് 12 ഇഞ്ചാണ്. അത് എൽബോ സ്ലീവ് എന്ന് പറയുമ്പോൾ ഷോൾഡർ മുതൽ കൈമുട്ട് വരെയുള്ളതാണ് എൽബോ സ്ലീവ് എന്ന് ഉദ്ദേശിക്കുന്നത്. അപ്പൊ സ്ലീവ് ലെങ്ത് 12 ഇഞ്ചാണ്. 12 ഇഞ്ചിൽ 1.5 ഇഞ്ച് നമ്മൾ എക്സ്ട്രാ ആഡ് ചെയ്യും. 1/2 ഇഞ്ച് ഷോൾഡറിൽ തമ്മിൽ കൂട്ടി അടിക്കാനും 1 ഇഞ്ച് മടക്കി അടിക്കാനും. അപ്പൊ 12 + 1.5 എന്ന രീതിയിൽ 13.5 ഇഞ്ച് വരും. അങ്ങനെ നമ്മൾ ഇങ്ങനെ അടയാളപ്പെടുത്തി. അത് കഴിഞ്ഞ് സ്ലീവ് ഡെപ്ത് എന്ന് പറയുന്നത് ചെസ്റ്റ് റൗണ്ട് ഡിവൈഡ് ബൈ 12. അതിൻ്റെ കൂടെ 1/2 ഇഞ്ച് എൽബോ സ്ലീവ് ആയതുകൊണ്ട് 1/2 ഇഞ്ച് എക്സ്ട്രാ ആഡ് ചെയ്തു. അപ്പൊ നമുക്ക് 3.08 അതാണ് ഇവിടെ സ്ലീവ് ഡെപ്ത് എന്ന് ഉദ്ദേശിക്കുന്നത്. പിന്നെ സ്ലീവ് റൗണ്ട് 9 ഇഞ്ചാണ്. നമുക്ക് ഷോൾഡർ മുതൽ കൈമുട്ട് വരെയുള്ളതാണല്ലോ സ്ലീവ് ലെങ്ത് എന്ന് പറയുന്നത്. ആ സ്ലീവ് ലെങ്തിന്റെ നമ്മൾ ഇവിടത്തോളം വരികയാണെങ്കിൽ ഇവിടുത്തെ അളവാണ് സ്ലീവ് റൗണ്ട് എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ 9 അടയാളപ്പെടുത്തി. ഇപ്പൊ 9/2 4.5 അതിൻ്റെ 1.5 ഇഞ്ച് തയ്യൽ തുമ്പ് ആഡ് ചെയ്തപ്പോ നമുക്ക് 6 ഇഞ്ച് കിട്ടി. അതാണ് ഇവിടെ 6 ഇഞ്ച് അടയാളപ്പെടുത്തിയിരിക്കുന്നത്. ഇത് മസിൽ ലെങ്ത് എന്ന് പറയുന്നത് ഷോൾഡർ മുതൽ കൈമുട്ട് വരെ ഉള്ളതിന്റെ ഒരു സെന്റർ ഭാഗം, നമുക്ക് ഏറ്റവും കൂടുതൽ വണ്ണമുള്ള ഭാഗം ഉണ്ടല്ലോ അത് എന്തോരം ഉള്ളതാണെന്നാണ് നമ്മൾ അളക്കുന്നത്. ഇപ്പൊ ഷോൾഡർ മുതൽ നമുക്ക് എന്തോരാണ് മസിൽ ലെങ്ത് എന്നുള്ളത് ആ അളവ് എടുക്കുക. അതിലൂടെ 1/2 ഇഞ്ച് ആഡ് ചെയ്യാം. കാരണം ഷോൾഡർ തമ്മിൽ കൂട്ടി അടിക്കാനുള്ള ഒരു 1/2 ഇഞ്ച് മാത്രമേ എക്സ്ട്രാ ആഡ് ചെയ്യേണ്ട ആവശ്യമുള്ളൂ. അപ്പൊ 6 + 1/2 എന്ന രീതിയിൽ 6 ഇഞ്ച് ഷോൾഡർ മുതൽ മസിൽ ലെങ്ത് വരെ എനിക്ക് കിട്ടി. ആ ഭാഗത്തെ റൗണ്ട് ആണ് നമ്മൾ എടുക്കേണ്ടത്. ആ ഭാഗത്തെ വണ്ണം നമ്മൾ എടുത്തപ്പോ എനിക്ക് 10.5 കിട്ടി. അതിനോട് 10/2 ചെയ്തപ്പോ 5.25, അതിനോട് 1.5 ഇഞ്ച് തയ്യൽ തുമ്പ് ആഡ് ചെയ്തപ്പോ 6.25. അങ്ങനെയാണ് ഇവിടെ 6.25 അടയാളപ്പെടുത്തുന്നത്. ഞാൻ ഈ പറയുന്നത്